Hi everyone, I'm Anagha from Access Language School. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പങ്ക്ച്വേഷൻ മാർക്സിനെ കുറിച്ചാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ടൈംസ് തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പങ്ക്ച്വേഷൻ മാർക്സ് ആർ ഇൻറ്റീഗ്രൽ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളത്. ആൻഡ് ഓൾസോ എസ്പെഷ്യലി വെൻ വി റൈറ്റ്, നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതുമ്പം നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും നമ്മളോട് പറയാറുണ്ട് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ പങ്ക്ച്വേഷൻ മാർക്സ് എന്നുള്ളത്. Now we might be already knowing about these punctuation marks, പക്ഷേ അതിൻ്റെ exact functions എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല, അല്ലെങ്കിൽ most of the people they do not know about it. So in English language അല്ലെങ്കിൽ English grammarൽ there are 14 basic punctuation marks. ഇതേതാണ്, ഇതിൻ്റെ functions എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. So the first group consists of period, question mark and exclamatory marks or exclamation mark. Period എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്. So when do we use a period? We use it at the end of a declarative sentence or the end of a complete sentence which conveys a complete idea. Second one is question mark. Question mark നമ്മൾ യൂസ് ചെയ്യുന്നത് usually at the end of an interrogative sentence അല്ലെങ്കിൽ at the end of a direct question ആണ്. Third one is exclamatory mark or exclamation mark. എപ്പോഴാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എംഫസിസ് ചെയ്ത് പറയാനോ ആണ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്സ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഓ മൈ ഗോഡ് ഓർ വാട്ട് എ പിറ്റി. ഇൻ സച്ച് കേസസ് വി മേക്ക് യൂസ് ഓഫ് എക്സ്ക്ലമേറ്ററി മാർക്സ്. ഇനി അടുത്ത സെറ്റ് ഓഫ് പങ്ക്ച്വേഷൻ മാർക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോമ, സെമികോളൻ ആൻഡ് കോളൻ. Now when do we make use of a comma? Comma is used in order to represent separate or distinct ideas or multiple ideas within a single sentence, or else to separate the dates which are provided or the name of people that might be provided. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ കോമ യൂസ് ചെയ്യുന്നത്. ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ കോമാസ് യൂസ് ചെയ്യാറുണ്ട്, മേ ബി ആഫ്റ്റർ ദ സല്യൂട്ടേഷൻ ആൻഡ് ആഫ്റ്റർ ദ ക്ലോസിംഗ്. സെക്കൻഡ് വൺ ഇസ് സെമികോളൻ. സെമികോളൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോമ ആൻഡ് അബവ് ദറ്റ് വി ഹാവ് എ പീരിയഡ്. സെമികോളൻ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിൻ്റെ നടുക്കാണ്, പക്ഷേ ദീസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ മേരി വാസ് ഹംഗ്രി, ഷീ ന്യൂ ദാറ്റ് ഹീ ഹാഡ് കുക്ക്ഡ് ഫോർ ഹർ. മേരി വാസ് ഹംഗ്രി കഴിഞ്ഞിട്ട് നമ്മളൊരു സെമികോളൻ യൂസ് ചെയ്യുന്നു, പക്ഷേ ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസും ഇൻറ്റർ റിലേറ്റഡ് ആണ്. ആൻഡ് തേർഡ് വൺ ഇസ് കോളൻ. When do we make use of colon? Colon നമ്മൾ യൂസ് ചെയ്യുന്നത് generally after a quotation mark അല്ലെങ്കിൽ in order to provide an explanation or in order to provide an example. In such cases we make use of colon. അടുത്ത സെറ്റ് ഓഫ് പങ്ക്ച്വേഷൻ മാർക്സ് ആണ് ഡാഷ് ആൻഡ് ഹൈഫൻ. ഡാഷ് നമ്മൾ generally യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് കോമ നമുക്ക് ഡാഷസ് യൂസ് ചെയ്യാൻ പറ്റും. Okay, so we have n dashes and m dashes. So you need not complicate regarding that. Dashes are generally used in the place of or instead of commas. Next one is hyphen. Hyphen നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് വേർഡ്സിൻ്റെ നടുക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ വെൽ നോൺ അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് എന്ന് പറയുമ്പം അതിൻ്റെ നടുവിൽ എനിക്ക് ഹൈഫൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെറ്റ് ഓഫ് പങ്ക്ച്വേഷൻ മാർക്സിലേക്ക് കടക്കുകയാണെങ്കിൽ ദേ ആർ ബ്രാക്കറ്റ്സ്, പാരന്തസിസ് ആസ് വെൽ as quotation marks. Now when we talk about brackets എന്ന് പറയുമ്പം brackets, braces as well as parentheses. Bracketsനെ പറയുമ്പം they are square brackets. These are usually used in order to convey technical information. പക്ഷേ ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഈ ബ്രാക്കറ്റ്സ് ഒഴിവാക്കിയാലും എക്സ്ക്ലൂഡ് ചെയ്താലും ആ സെൻറ്റൻസ് ന്യൂട്രലായിട്ട് തന്നെ ഇരിക്കും. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ബ്രാക്കറ്റ്സ്. ദെൻ വാട്ട് അബൌട്ട് ബ്രേസസ്? ബ്രേസസിന് ഒരു സ്പെഷ്യൽ ഷേപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് കർവ്ഡ് ആൻഡ് ദെൻ വി ഹാവ് എൻ എക്സ്റ്റൻഷൻ. പിന്നെ താഴോട്ട് ഒരു കർവും കൂടെയുണ്ട്. ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പാരന്തസിസ്. പാരന്തസിസിന് ഒരു ജനറൽ കർവ്ഡ് ഷേപ്പാണുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സം എക്സ്റ്റെൻഡഡ് തോട്ട് ഓർ ആൻ idea. Now the last set of punctuation marks. They are quotation marks, apostrophes and ellipses. Now when do we use quotation marks? Maybe in the beginning of a passage or the end of a passage. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സേയിങ് ഉണ്ടെങ്കിൽ നമ്മളവിടെ quotation marks ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് in order to highlight that particular quote. Second one is ellipses. When do we make use of ellipses? Ellipses എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് 3 പീരിയഡ്സ് ആണ് അല്ലെങ്കിൽ സീരീസ് ഓഫ് 3 ഡോട്ട്സ് ആണ്. ഇത് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് in order to provide an extended idea or extension of a thought.
Then we have apostrophes. Apostrophes നമ്മൾ രണ്ട് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. First one is in order to indicate the omission of a letter. For example, don't, hadn't, wouldn't, and so on. Second case is in order to show a possession, like it is yours, it is theirs. എന്ന് പറയുമ്പോൾ ഒരു possession ആണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. So these are the basic 14 types of punctuation marks which you may encounter or which you may come across in your English language. And I hope it was useful and informative. Thank you.